ഡബിങ് സമയത്ത് മാത്രം ഡബിങ് വേർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ മാഷ്. സിനിമ ആദ്യമാണ് കാണുന്നത് തിയേറ്ററിൽ വെച്ചാണ് കാണുന്നത്. ഡബിങ് സമയത്ത് ചിലത് കാണുമ്പോൾ ഡബിങ് സമയത്ത് ചിരി അടക്കാൻ പറ്റാത്ത ഒരു സീൻ എന്തായിരിക്കും മാഷിന് സ്വയം ഡബ് ചെയ്യുമ്പോൾ? അല്ല, അത് മിക്കവാറും എല്ലാ രംഗത്തും ഒരു ചിരി വരുന്ന സീൻ തന്നെയായിരുന്നു ഏകദേശം എല്ലാ. അതായത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഏരിയ പറയാനില്ല. ഇഷ്ടപ്പെട്ട എല്ലാ രംഗങ്ങളും ഇഷ്ടപ്പെടും. ഇത്തരം ഒരു സിനിമകൾ ഒരു മെസ്സേജും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ആദ്യം ഈ സിനിമ കാണുന്നവർ വിചാരിക്കും ഇത് ഏടത്തേക്കായി ഈ സിനിമ പോകുന്നതിലൊരു തോന്നലുണ്ടാവും അല്ലേ? പക്ഷേ പിന്നീടാണ് ഇത് മനസ്സിലാവുന്നത്. അവസാനത്തെ ഒരു ഡയലോഗ് മതി എല്ലാത്തിനും അല്ലേ? നീ ഇതെല്ലാം എന്താണെന്നിങ്ങനെ ഇവർ ചോദിക്കുന്നുണ്ടല്ലോ, നമ്മളെ അവസാനം മിനിരാധം വന്ന് ചോദിക്കുന്നുണ്ട്, ഇതെന്തെന്ന് നിങ്ങൾ ഈ കാട്ടത്തിൻ്റെ കൂടെ കൊണ്ടിട്ട് അല്ലേ, ഈ ജാതകമെല്ലാം അതിൽ കൊണ്ടിട്ട്. അപ്പോൾ പറയുന്നത് ഈ ജാതകം കൊണ്ടുപോയി നീ കത്തിച്ചിട്ട് ചായ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. അതിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ അതിലെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും. ഈ ജാതകവും ഇതൊന്നുമല്ല, മാനസിക പൊരുത്താണ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഐക്യമാണ് ഒരു കുടുംബജീവിതത്തിന് ഏറ്റവും പ്രധാനം എന്ന് സമർത്ഥിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇപ്പോഴും ജാതകം നോക്കി തന്നെ കല്യാണം നടക്കുന്നതും ജാതകം മോശമായിട്ട് കല്യാണം മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചൊവ്വ നോക്കിയിട്ട് ആൾ കഴിക്കുന്ന കാലമല്ലേ? ഏതോ ചൊവ്വ എവിടെയില്ലേ ചൊവ്വ നോക്കിയിട്ട് ചൊവ്വാദോഷം പറയുന്നവരല്ലേ പല ആളുകൾ ഇന്നും. അതെ. പക്ഷെ ഒരു ചൊവ്വ ഒരു ആളെ ഉപദ്രവിക്കാത്തൊരു സാധനമാണെന്നുള്ളത് അതെ, തെളിയിക്കപ്പെട്ടു. ഇനി ഇതെല്ലാം നോക്കി കല്യാണം കഴിച്ച എത്രയോ കല്യാണ ബന്ധങ്ങൾ വേർപെട്ടിട്ടുണ്ട്. ഈ എല്ലാ ജാതകവും നോക്കി എല്ലാ പൊരുത്തവും നോക്കി 8 പൊരുത്തവും നോക്കി കല്യാണം കഴിച്ച പല കുടുംബ ബന്ധങ്ങളും ഇല്ലാതായിട്ടുണ്ട്. ഇതൊന്നും നോക്കാതെ കഴിച്ച കുടുംബങ്ങൾ ഏറ്റവും നന്നായി പോകുന്നുണ്ട്. അതൊന്നല്ല, മാനസിക ഏറ്റവും പ്രധാനം ഈ സിനിമയിലെ ഒരു സന്ദേശം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മാനസികമായിട്ടുള്ള ഐക്യം തന്നെയാണ് ഏറ്റവും പ്രധാനം, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് ഒരു മെസ്സേജ് ഗംഭീരമായിട്ട് സിനിമ നന്നായിട്ട് പറഞ്ഞു. നമ്മൾ ചിരിയുടെ മാലപ്പടക്കം മുത്തിക്കാൻ മെസ്സേജ് മനസ്സിൽ ആഴത്തിൽ തറച്ചു പോകുന്ന ഒരു ഫാമിലിയുണ്ട്, ചെറുപ്പക്കാരും ഉണ്ട്. എനിക്ക് തോന്നി ഡയറക്ടറും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തും അവരുടെ മനസ്സിൽ ഈ രാഘവ മാഷ് ഉണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ആയിരിക്കും ഈ രാഘവ മാഷ്. അത് ചോദിക്കേണ്ടത് അത് മോഹൻചേട്ടനോട് ചോദിക്കണം. ഉറപ്പാണ് എന്തായാലും മോഹൻചേട്ടനോട് ചോദിക്കും. എനിക്ക് തോന്നുന്നു അവരാരോ കുടുംബത്തിൽ ആരോ ഒരു രാഘവ മാഷ്, ഇതുപോലത്തെ രാഘവ മാഷ് ഉണ്ട്. പിന്നീട് അദ്ദേഹം അതായത് പൊളിറ്റിക്സും ഉണ്ട്, പക്ഷെ എന്നാൽ പൂർണ്ണമായും മറ്റേൽ നിന്ന് വിടുതലില്ല വാങ്ങാത്ത ഒരാൾ അല്ലേ, മാറാൻ പറ്റാത്ത അതുകൊണ്ട്. പക്ഷെ പൊളിറ്റിക്സ് കട്ട പൊളിറ്റിക്സും ഉണ്ട്. ഒരു കുടുംബമഹിമ വിട്ടുപിടിക്കാനും പറ്റുന്നില്ല. അത് മിക്കവാറും മോഹൻചേട്ടൻ സ്ക്രിപ്റ്റിന്റെ ഏതോ കുടുംബത്തിൽ ആരോ ഉണ്ട്. അതുണ്ട്. തറവാട്ടുകാരനാണ്, തറവാടിത്തവും പറയുന്നുണ്ട്. പക്ഷെ തറവാടിത്തം പറയുന്നതോട് എന്ത് പറയുമ്പോൾ വിനീത് ശ്രീനിവാസ് പറയുന്നൊരു കാര്യമുണ്ട്. ഏത് മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് ആ തറവാടിന്റെ പേര്? അതെ, അജേഷിന്റെ പേര് പറഞ്ഞ് തറവാട്, ആ തറവാടിന്റെ കൂട്ടിച്ചേർത്തിട്ട് തന്നെ എപ്പോഴും പേര് പറയും. മാമ്പറത്ത് രാഘവനും മാമ്പറത്ത് ജയേഷും നടക്കില്ല അങ്ങനെ പറയുന്നത്. എല്ലാം അങ്ങനെയാ പറയുന്നത്. തറവാടിന്റെ മഹിമ അവിടെ സൂക്ഷിക്കുന്നു. പക്ഷെ ഈ പല സിനിമകളും കണ്ടുപോകുമ്പോൾ ഇത്തരം സിനിമകൾ ഒരു കോമഡിയിലൂടെ മെസ്സേജ് പറയുന്ന സിനിമകൾ വളരെ കുറവായിട്ട് കാണുന്നു. അല്ലെങ്കിൽ കോമഡിയാണെങ്കിൽ കോമഡി തന്നെയായിട്ട് പോകുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഈ ജാതകം ചൊവ്വ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ അല്ലെ പല പൊരുത്തങ്ങളില്ലാതെ കല്യാണം നടക്കാതെ പോകുന്നത്. പക്ഷേ ഇത് കൃത്യമായിട്ട് പറയാൻ ഇവർക്ക് തോന്നാനുള്ള കാരണം പിന്നീട് മാഷ് ചോദിച്ചിട്ടുണ്ടോ? എന്നോട് പറഞ്ഞു ഇവരെ കുടുംബക്കാരെ പിന്നീട് എന്തെങ്കിലും ഇവരോട് ചോദിച്ചോ, ഇത് നിങ്ങൾ ഇങ്ങനെ ഈ റൂട്ടിലേക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിരുന്നു? അല്ല, പലപ്പോഴായിട്ട് ഈ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലായി എന്തോ ഒരു ചെറിയൊരു ഹിൻഡ് ചില കാര്യങ്ങളിലെല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും പറയാൻ വേണ്ടി പറ്റില്ല. അല്ല, അങ്ങനെയല്ല, അത് പൂർണ്ണമായും കിട്ടിയതുമല്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.